എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മെയ് 16 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രത്തിന്റെ 4ാം ദിവസമായി ഇന്നലത്തെ കേരള ഒഫീഷ്യൽ കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് മെയ് 16 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ആദ്യ ദിവസം മുതലേ നേടിയെടുത്ത സിനിമയുടെ 4ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ചത്തെ കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത് ഇന്നലെ തന്നെയായിരുന്നു. ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5,90,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ 17,90,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. വമ്പൻ കളക്ഷനാണ് ആദ്യ വീക്കെൻഡിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യം 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 31,30,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 4ാം ദിവസമായി ഇന്നലെ ചിത്രം 16 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ലോകമെമ്പാടും നിന്നും 47 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം ഇന്നത്തെ കളക്ഷനോട് കൂടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടി കടക്കുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.